നമ്മളിപ്പോൾ ഉള്ളത് മാണിക്യപുരം അങ്ങാടിപ്പുറം മാണിക്യപുരം ക്ഷേത്രത്തിലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേസ് മാണിക്യപുരം അമ്പലം. ഇതിൻ്റെ ചെറിയ പാർട്ടാണ്. അപ്പോൾ ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഞാനൊരു വീഡിയോ എടുത്താണ് കേട്ടോ. അമ്പലത്തിനുള്ളിൽ വീഡിയോ അലൗഡല്ല, പക്ഷേ ഇവിടെ പുറഭാഗത്ത് അലൗഡാണ്. അപ്പോൾ നല്ലൊരു കുളം കണ്ടു. പിന്നെ പണ്ടൊക്കെ പോയിരുന്ന അമ്പലം തന്നെ ആയിരുന്നു. നമ്മൾ അങ്ങാടിപ്പുറം പ്രോപ്പർ അങ്ങാടിപ്പുറം തന്നെ വരുന്ന ഒരു അമ്പലമാണ്. പിന്നെ പിന്നീട് പോകാറില്ല. പിന്നെ അവിടെ രാവിലെ പ്രസാദോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളതൊന്നും കഴിക്കാൻ നിന്നിട്ടില്ല, കുറച്ച് തിരക്കുണ്ടായിരുന്നു വന്നിട്ട്. അതുകൊണ്ട് പിന്നെ നമ്മൾ നേരെ തൊഴുതിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ലൈക്ക് പുറത്തുനിന്ന്. അപ്പോൾ ഈ അമ്പലത്തിൽ നല്ലൊരു രാവിലത്തെ നല്ലൊരു ആംബിയൻസ് ആണ്. അത് എല്ലാ അമ്പലത്തിലും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. ഈ പായസത്തിനോട് ക്യൂ ഉണ്ടാകും. പിന്നെ ഇത് മാണിക്യപുരം അമ്പലമല്ല, അതിന് തൊട്ടപ്പുറത്ത് തന്നെ കൃഷ്ണൻ്റെ ഒരു അമ്പലമുണ്ട്, അവിടെയാണ്. ഇവിടെയും കിഡിലിൻ ആംബിയൻസ് ആണ്. പണ്ട് കുട്ടിക്കാലത്തൊക്കെ കുറേ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ അവിടെ നല്ലൊരു ആൽമരം കണ്ടു കേട്ടോ. എന്ത് രസം അതിൻ്റെ റൂട്ട്സ് കാണാമല്ലേ. ഇത് കണ്ടപ്പോൾ വീഡിയോ എടുക്കാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല. നമ്മൾ അച്ഛൻ്റെ ചെറുപ്പം മാറ്റി വയ്ക്കാണ്. അച്ഛനൊരു പ്രാങ്ക് കൊടുക്കാം. ഈ നടന്നോ, മുന്നിൽ നടന്നോ, ആണാണ് മുന്നിൽ നടന്നോ. തൊഴുതോ അച്ഛ, തൊഴുതോ എന്നാ പോവാ. നീ കുളത്തിന്റെ വീഡിയോ എടുത്തിട്ട് പോവാ. പോയി അച്ഛൻ എന്താ അറിയണേ. അത് ഇവിടെ തന്നെ വെച്ചിരിക്കുക. ഞാൻ മാളിനോട് പറഞ്ഞത് അത് കാറൊക്കെ എടുത്തോണ്ടല്ലേ. എന്നാലും കുറച്ച് നടന്നാ മതിയായിരുന്നു. അച്ഛ പേടിച്ചു പോയോ? ഞാൻ മാളിനോട് കൈ പിടിക്കാനാ പറഞ്ഞേ, എവിടെയും വെക്കണ്ട പറഞ്ഞു. ആ വണ്ടി ഇഷ്ടായി. ഫോട്ടോ എടുത്താലോ? ഗൈസ്, അപ്പോൾ നമ്മൾ 2 അമ്പലത്തിലും തൊഴുതു കഴിഞ്ഞു. ഇന്നത്തെ കുഞ്ഞ് ഷോർട്സ് ഇതായിരിക്കും. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഷോർട്സ് ഇടാറില്ല. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും വേറെന്താ യൂട്യൂബിലാണെങ്കിലും കുറച്ച് ബിസിയാണ് ഗൈസ്. വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച്, പക്ഷേ എഡിറ്റ് ചെയ്യാനോ കാര്യങ്ങൾക്കൊന്നും സമയം വല്ലാതെ കിട്ടണില്ല. അപ്പോൾ നമുക്കിനി കാർ എടുക്കാം, നേരെ വീട്ടിലേക്ക് വിടാം. ബൈ പറ. അപ്പോൾ ഓക്കെ ഗായ്സ്, നമ്മുടെ വെള്ളം ഫുൾ ചെടി നിറഞ്ഞിരിക്കുക. കറി കയറാം. ഇത് തുറന്ന ആ ഇപ്പം കാറിലെത്തി. നമുക്ക് പതുക്കെ വിടാം. ഇത് അപ്പുറത്തുണ്ട്. ചെട്ടിനാടാ ഇവിടെയുണ്ട് ദോശ ഐറ്റംസ്. ഇവിടെയും ഷാജീസ് മസാല ദോശ. എന്താ ഉള്ളിച്ചമ്മന്തിയാ? ഉള്ളിച്ചമ്മന്തി. ഇത് മിന്റ് ചമ്മന്തി വന്നല്ലേ. തേങ്ങ ചട്നി, സാമ്പാറോ. ഇത് സാമ്പാറാ. എന്നാ കഴിച്ചാ. ഗായ്സ്, മസാല ദോശയാണ്. ഇതിന്റെ ചുവപ്പ് മസാല കേട്ടോ. കണ്ടോ, നമ്മൾ വീഡിയോ എടുത്തോണ്ടേ. അമ്മ വീഡിയോ എടുക്കോ? ആവി പറക്കുന്ന കാപ്പി. സദ്യ കിട്ടിയ പൈസ പോയി. അതാണ് എനിക്ക് സങ്കടം. നൈറ്റിന് മുന്നേ 1.5 മണിക്കൂർ കൊണ്ട് എത്തുമായിരുന്നു അവിടെ. അത് കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു. വെള്ളത്തിന് വരെ മനം ഉണ്ടാവില്ലേ?
കായം ഒരു ഓറഞ്ച് ബോക്സിലുണ്ട് നോക്കി പിടിക്കുക. ഫ്രിഡ്ജിൽ പരിപ്പ് കിട്ടില്ല പരിപ്പ് കിട്ടില്ല പൊടിയാൽ ചമരം പേര അവരിപ്പോ വരില്ല കുറച്ച് വലിയ എടുക്കാനായിട്ട് പച്ചാണ് ഫുഡ് കിട്ടിയില്ല നമുക്ക് നേരെ പോകാം. എന്താ കഴിഞ്ഞാ കായം കിട്ടിയേ കായം കിട്ടിയേ ചേച്ചിക്ക് ഒരു അബദ്ധം പറ്റി. ട്രെയിൻ ടിക്കറ്റ് മൊത്തം 4 എണ്ണം ബുക്ക് ചെയ്തു. 6000 രൂപയായി. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് അറിയില്ല. ഞങ്ങൾ തൊഴിൽ കഴിഞ്ഞപ്പോൾ മീൻസ് നല്ല അടിപൊളി ആംബുലൻസിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പെരുന്തമണ്ണ ഭാഗത്തുള്ളവർ വന്നിട്ട് മസ്റ്റ് വിസിറ്റാണ് എന്ന് ഞാൻ പറയുള്ളൂ. ഫാമിലി ഫ്രണ്ട്സ് കണ്ടോ, ഒരുപാട് സ്ഥലമുണ്ട് അവർക്ക്. എന്താണ് ഇങ്ങനെ അപ്പോൾ ഗൈസ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത് നമ്മൾ പെരുന്തമണ്ണ ബൈപ്പാസിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ ഏകദേശം അൽഷിഫയുടെ അങ്ങോട്ടേക്ക് ഒരു റോഡ് പോകണില്ലേ, അതിൻ്റെയൊക്കെ ഏകദേശം ഒരു ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ റെസ്റ്റോറൻറ്റ് പേര് ദോശ ഹട്ട് എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അത്ര വലിയ എക്സ്പെക്റ്റേഷൻ വെച്ച് കയറിയൊന്നുമല്ല, പക്ഷേ ഫുഡ് പറയാതിരിക്കാൻ വയ്യ. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പറ്റിയ സ്പോട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ്. പിന്നെ ഞങ്ങൾ 2 മസാല ദോശയും പിന്നെ കോഫി, പിന്നെ ബ്ലാക്ക് കോഫി, പിന്നെ ഇഡ്ഡലിയൊക്കെ കഴിച്ചത്. ഇഡ്ഡലി ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. മസാല ദോശ ഭയങ്കര ബീട്രൂട്ടിൻ്റെ മസാല ആയിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണത്. പിന്നെ കാപ്പി പറയാതിരിക്കാൻ വയ്യ, ഭയങ്കര നല്ല കാപ്പിയായിരുന്നു. അപ്പോൾ വേണ്ടവരൊക്കെ പോയി ട്രൈ ഔട്ട് ചെയ്തോളൂ. ഞാൻ പറയുമ്പോൾ പെരുന്തമണ്ണുള്ളവരൊക്കെ പോയിട്ട് ഒരു വൺസ് ട്രൈ ഔട്ട് ചെയ്യണം, നല്ലതായിരിക്കും. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.